ശബ്ദത്തിലോ എന്നല്ല, അതിനപ്പുറത്തേക്ക് ആ, അധികാര അധികാര വഴിയിലെ ദല്ലാളുമാരായി മാധ്യമങ്ങൾ മാറിയിരിക്കുന്നു എന്നാണ് എൻ്റെ നിരീക്ഷണം. നമുക്ക് യു പി എ രണ്ടാം സർക്കാർ അധികാരത്തിലിരിക്കുന്ന ഘട്ടത്തിൽ 2009-2014 കാലഘട്ടത്തിൽ ആ, ഒരു മീഡിയ നറേറ്റീവായിരുന്നു രാജ്യത്തിൻ്റെ ഡിസ്കോഴ്സിനെ തീരുമാനിച്ചു കൊണ്ടിരുന്നത് എന്നുള്ളതാണ്. നേഷൻ വോണ്ട്സ് ടു നോ എന്ന് പറയുന്ന ഒരു വലിയ ആ, ആ, ഒരു ടൈറ്റിലിൽ നിന്നുകൊണ്ട് വളരെ പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് ആയിട്ടുള്ളൊരു നറേറ്റീവ് രാജ്യത്താകമാനം സൃഷ്ടിക്കാനും ആ നിലയിൽ ആർ എസ് എസിൻ്റെയും ബി ജെ പിയുടെയും ആഖ്യാനത്തിന് ഈ രാജ്യത്ത് സ്ഥാനം നൽകിയതിൽ സുപ്രധാനമായ പങ്ക് യഥാർത്ഥത്തിൽ മാധ്യമങ്ങൾക്ക് ഉണ്ട് എന്ന് നമ്മൾ പിന്നീട് തിരിച്ചറിയുകയാണ് ചെയ്തിട്ടുള്ളത്. 2014 അധികാരത്തിൽ വന്ന നരേന്ദ്രമോദി സർക്കാർ ഈ ആഖ്യാനത്തിൻ്റെ പിന്നിലുണ്ടായിരുന്ന ചരടുകൾ യഥാർത്ഥത്തിൽ പിന്നീട് മാധ്യമങ്ങളെ കൺട്രോൾ ചെയ്യുക എന്ന ആശയം അവർ രഹസ്യമാക്കി വെച്ച് പോലുമില്ല, അവർ വളരെ പരസ്യമായി തന്നെ അത് നടപ്പിലാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. 1992 നമുക്കറിയാം ഉദാരവൽക്കരണം വന്നു. അതിനുശേഷം പിന്നെ ഈ ക്രോസ് ഹോൾഡിങ്ങിൽ യാതൊരു നിയന്ത്രണവുമില്ല. ഒരു മുതലാളിക്ക് എത്ര വേണമെങ്കിലും മാധ്യമങ്ങൾ കൺട്രോൾ ചെയ്യാം എന്നുള്ള നില വന്നു. 2014 മുതൽ ഈ ക്രോസ് ഹോൾഡിംഗ് ഉപയോഗിച്ചുകൊണ്ട് തങ്ങളുടെ ചങ്ങാത്ത മുതലാളിമാരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നരേന്ദ്രമോദി, അമിത്ഷാ പരമാവധി മാധ്യമങ്ങളെ ഏറ്റെടുത്തു. നമ്മൾ NDTVയുടെ ഹോസ്റ്റൈൽ ടേക്ക് ഓവർ കണ്ടിട്ടുള്ളതാണ്. NDTVയുടെ ഹോസ്റ്റൈൽ ടേക്ക് ഓവർ കഴിഞ്ഞ ഉടൻ തന്നെ ദ ക്വിൻറ്റിനെ അതേ അദാനി തന്നെ ഏറ്റെടുക്കുന്നു. അപ്പോൾ ഏതൊക്കെയാണോ സർക്കാരിനെ എതിർക്കുന്ന മാധ്യമങ്ങൾ, സർക്കാരിനെ ക്രിയാത്മകമായി അല്ലെങ്കിൽ വിമർശനാത്മകമായി വിലയിരുത്തുന്ന മാധ്യമങ്ങൾ, ആ മാധ്യമങ്ങളെ ഏറ്റെടുക്കുക എന്നുള്ളത് തന്നെയാണ് യഥാർത്ഥത്തിൽ നരേന്ദ്രമോദിയുടെ കയ്യാളുകളായിട്ടുള്ള അംബാനി ആയിക്കൊള്ളട്ടെ അദാനി ആയിക്കൊള്ളട്ടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. 2024 കണക്ക് എനിക്കറിയില്ല, പക്ഷേ 2023 കണക്കനുസരിച്ച് റിലയൻസിൻ്റെ കയ്യിൽ മാത്രം 72 ടെലിവിഷൻ ചാനലുകളുണ്ട്. ഏതാണ്ട് സമാനമായ വിധത്തിൽ തന്നെ അദാനി മറ്റു മുതലാളിമാർ നിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ വൈവിധ്യപൂർണമായ ഒരു മാധ്യമ ലോകം യഥാർത്ഥത്തിൽ ഇന്ത്യൻ ജനാധിപത്യത്തിൽ നഷ്ടമായിരിക്കുന്നു ഈ കാലയളവിൽ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ പോലും നമ്മൾ മാധ്യമ സ്വാതന്ത്ര്യത്തിൻ്റെ തണലിൽ കുറേയധികം നമുക്ക് ജനാധിപത്യം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചിരുന്നു എങ്കിൽ അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ നിൽക്കുന്നു എന്ന് കരുതുന്ന ഈ കാലഘട്ടത്തിൽ മാധ്യമങ്ങളെ ആദ്യം തളച്ചു നിർത്തുക എന്ന നരേന്ദ്രമോദിയുടെ തന്ത്രം വിജയിച്ചിരിക്കുന്നു എന്നാണ് കാണേണ്ടത്. ഇന്നിപ്പോൾ 1,40,000 രജിസ്റ്റേർഡ് പത്രങ്ങളുണ്ട്, 22,000 ദിനപത്രങ്ങളുണ്ട്, 350-ലധികം ന്യൂസ് ചാനലുകളുണ്ട്, 850-ലധികം FM റേഡിയോകളുണ്ട്. ഇതെല്ലാം തന്നെയും കോർപ്പറേറ്റുകളുടെ നിയന്ത്രണത്തിലാണ്. കോർപ്പറേറ്റുകളുടെ യഥാർത്ഥത്തിൽ എന്താ കോർപ്പറേറ്റുകൾക്ക് ഈ മാധ്യമങ്ങൾ കൊണ്ടുള്ള അതിൽ നിന്നുള്ള ലാഭമല്ലല്ലോ, സർക്കാരുമായി സംസാരിക്കുക, അവർക്ക് ആ നിലയിൽ ഒരു ഇടനിലക്കാരനായി അല്ലെങ്കിൽ ഒരു ദല്ലാളായി ഈ പറയുന്ന മാധ്യമങ്ങളെ ഉപയോഗിക്കുക. പിന്നീട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ വലിയ നിലയിൽ മാർക്കറ്റും ഈ രാജ്യത്ത് ഉയർന്നു വരുന്നുണ്ട് മാധ്യമങ്ങൾക്ക്. അപ്പോൾ ആ മാർക്കറ്റിലൂടെ പണം സമ്പാദിക്കുക, ഈ രണ്ട് കാര്യങ്ങളാണ് 1, 2 എന്നീ ലക്ഷ്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നരേന്ദ്രമോദി സർക്കാർ ചെയ്യുന്നത് എന്നുള്ളതാണ്. വലിയ നിലയിൽ ഇപ്പോൾ പ്രിൻ്റ് മീഡിയയിൽ 165 മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അത് ഞാൻ അതിൻ്റെ കണക്കിലേക്ക് പോകുന്നില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഒന്ന് ഈ പറയുന്ന കോർപ്പറേറ്റ് കോൺഗ്ലമറേറ്റുകളുടെ അധികാര ദല്ലാളായി ഈ മാധ്യമങ്ങൾ പിടിച്ചെടുത്തുകൊണ്ട് ഈ മാധ്യമങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്നു എന്നുള്ളത് ഒന്ന്. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ അഡ്വർടൈസിങ് റവന്യൂ ആണ്. അഡ്വർടൈസിങ് റവന്യൂവിൽ നമുക്കറിയാം, ഇപ്പോൾ പത്രങ്ങളായാലും അവരുടെ സബ്സ്ക്രിപ്ഷനിലൂടെയും അഡ്വർടൈസ്മെൻറ്റിലൂടെയാണ് അവർക്ക് ചിലവായ പണം ഉപയോഗിക്കുന്നത്, അവരുടെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ അവർ തിരികെ പിടിക്കുന്നത്. ടെലിവിഷൻ ആണെങ്കിൽ ഈ പറയുന്ന നമ്മുടെ പരസ്യങ്ങളിലൂടെയാണ് നമ്മൾ പ്രധാനമായും നമ്മൾ ചെലവഴിക്കുന്ന പണം തിരിച്ചു പിടിക്കുന്നത്. നമുക്ക് മറ്റു മാർഗങ്ങളില്ല, സബ്സ്ക്രിപ്ഷൻ മാർഗങ്ങൾ ഇന്നിപ്പോൾ വാർത്താ ചാനലുകൾക്കില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ പറയുന്ന അഡ്വർടൈസേഴ്സിനെ മാത്രമായി നമുക്ക് നമ്മുടെ പണം തിരികെ പിടിക്കാൻ, അതായത് ഒരു കോർപ്പറേറ്റ് ചെലവഴിക്കുന്ന പണം തിരികെ പിടിക്കാൻ വേണ്ടി നമുക്ക് അത് ആ രീതിയിലാണ് നമ്മൾ പണം തിരികെ പിടിക്കുന്നത് എന്നുള്ളത് കൊണ്ട് ആ നിലയിൽ പോലും കോർപ്പറേറ്റുകളുടെ പിന്തുണ മാധ്യമങ്ങൾക്ക് ആവശ്യമായി വരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ ഇപ്പോൾ പൂർണ്ണമായും
കോർപ്പറേറ്റുകളുടെ സ്വാധീനമില്ലാത്ത ഒരു മാധ്യമ സംസ്കാരം ഇല്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഈ രണ്ട് മേഖലയിൽ അതാണ് എങ്കിൽ പിന്നെയുള്ളത് ഡിജിറ്റൽ മീഡിയ. ഡിജിറ്റൽ മീഡിയയുടെ വരവിനെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിക്കേണ്ടായി. വലിയ ഇപ്പം ഒരു 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 ജേർണലിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം സ്വന്തമായ രീതിയിൽ ഒരു യൂട്യൂബ് ഉണ്ടെങ്കിൽ തന്നെയും ഇപ്പോൾ പല ജേർണലിസ്റ്റുകളും ഇപ്പോൾ ധ്രുവാട്ടെ അടക്കമുള്ള പലരും രംഗത്ത് വരുന്നുണ്ടല്ലോ. അവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം വലിയ സാധ്യതകൾ തുറന്നു വെക്കുന്നുണ്ടെങ്കിൽ തന്നെയും ഡിജിറ്റൽ മീഡിയയുടെ ഒരു പ്രധാനപ്പെട്ട കുഴപ്പം എന്ന് പറയുന്നത് ഈ അച്ചടി അതുപോലെ ടെലിവിഷൻ മാധ്യമങ്ങളുടെ വെബ്സൈറ്റുകളോട് അവർക്ക് നേരിട്ട് മത്സരിക്കാൻ കഴിയാത്ത അവസ്ഥയും അവർക്ക് ഈ പറയുന്ന അവരുടെ കണ്ടൻറ്റ് മാറ്റി വേറൊരു തലത്തിലേക്ക് പോവുകയും ഈ ആളുകൾക്ക്, അതായത് ഒരു വോട്ടർ എന്നുള്ള നിലയിലോ അല്ലെങ്കിൽ ഒരു പൗരൻ എന്നുള്ള നിലയിലോ അവരുടെ ഭരണഘടനാപരമായ ഉത്തരവാദിത്തം നിർവഹിക്കുന്നതിനപ്പുറത്തേക്ക് അവരെ ഒരു അഡ്വർടൈസറിനെ സ്വാധീനിക്കാൻ കഴിയുന്ന ശക്തിയായി മാത്രമായി അവർ ചുരുങ്ങിപ്പോകുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് യഥാർത്ഥത്തിൽ മാധ്യമ ലോകം ഒരു കോർപ്പറേറ്റ് ദല്ലാളന്മാരായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് മാത്രമല്ല, പുതിയ ഒരു രംഗം, അതായത് ഡിജിറ്റൽ മീഡിയ പോലും രംഗപ്രവേശം ചെയ്യുമ്പോൾ അവിടെ അതിനുള്ള സാധ്യതകൾ വളരെ പരിമിതമായി വരുന്നു എന്നുള്ളതാണ് എൻ്റെ നിരീക്ഷണം. Meet the editors.